ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. വേർഡിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് പേജ് ബ്രേക്ക്, ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ്, പിന്നെ പേജ് നമ്പറിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പേജ് നമ്പർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പേജ് നമ്പേഴ്സൊക്കെ ഇടാൻ അറിയാമല്ലോ എന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു 10 പേജുള്ള ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4th പേജ് തൊട്ടിട്ടാണ് പേജ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് വരേണ്ടത്. ഓക്കെ, അതായത് ആ ഡോക്യുമെൻറ്റിൽ 10 പേജുള്ള ഡോക്യുമെൻറ്റിൽ 4ാമത്തെ പേജിലാണ് പേജ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് വരേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ? ഓക്കെ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കണ്ടന്റ് അടുത്ത പേജിലേക്കാണ് വരേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ പലർക്കും അറിയില്ല എങ്ങനെ നെക്സ്റ്റ് പേജിലേക്ക് പോകാം എന്നുള്ളത്. അതൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് 2 രീതിയിൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഒന്ന്, നമ്മൾ ഡാറ്റ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത പേജിലേക്ക് പോകും അല്ലേ. അതല്ലാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ, അതായത് മാനുവലി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതും ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ സയൻസ് പ്രോജക്റ്റ്, അതായത് പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു സയൻസ് പ്രോജക്റ്റ് ഉണ്ട്. കുറച്ച് ഡാറ്റ ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. വലിയൊരു അറേഞ്ച്മെൻ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സയൻസ് പ്രോജക്റ്റ് എന്നുള്ളതും ഇൻട്രൊഡക്ഷൻ എന്നുള്ളതും അതുപോലെ തന്നെ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നതും ഫസ്റ്റ് പേജിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്. സയൻസ് പ്രോജക്റ്റ് എന്നുള്ളത് ഒരു സിംഗിൾ പേജിൽ വേണം, ഇൻട്രൊഡക്ഷൻ അടുത്ത പേജിലേക്ക് വേണം, പിന്നെ നമ്മുടെ ഈ ഡാറ്റ ഉണ്ടല്ലോ, അതായത് വാട്ട് ആർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത പേജിലേക്ക്, അതായത് 3rd പേജിലേക്കും വേണം. ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, വേർഡ് ഡോക്യുമെൻ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പെർട്ടിക്കുലർ ഡാറ്റ വരെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് പലപ്പോഴും എടുക്കാൻ അറിയാറില്ല അല്ലേ. എങ്ങനെയാണ് അടുത്ത പേജ് എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഈ സയൻസ് പ്രോജക്റ്റ് എന്നുള്ളത് മാത്രം ഈ പേജിൽ മതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 മെത്തേഡിൽ ചെയ്യാം. എന്താണ്, എൻ്റർ കീ അടിച്ചിട്ട് താഴെ കൊണ്ടു ചെന്നിട്ടിട്ട് അടുത്ത പേജിലേക്ക് ആക്കാം. പക്ഷേ അതൊരു നല്ല മെത്തേഡല്ല. കാരണം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു പേജിലേക്ക്, അതായത് സയൻസ് പ്രോജക്റ്റിലേക്ക് ഡാറ്റാസ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടുത്ത പേജിനെ കൂടി എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് അടുത്ത പേജിലുള്ള ഡാറ്റ താഴേക്ക് പോകുന്നതിന് അത് കാരണമാകും. അതായത് ഞാനിപ്പോൾ ഈ സയൻസ് പ്രോജക്റ്റിനെ ഈ പേജിൽ വെച്ചിട്ട് ഇതിനെ ഇൻട്രൊഡക്ഷനെ എൻ്റർ കീ അടിച്ചിട്ട് താഴേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് ഈ പേജിൽ എന്തെങ്കിലും ഡാറ്റ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് എത്തുമ്പോഴത്തേക്കും അടുത്ത പേജിലേക്ക് അടുത്ത പേജിലുള്ള ഈ ഇൻട്രൊഡക്ഷൻ താഴെ പോകാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഇത് മൂവ് ചെയ്യിക്കാനുള്ള മെത്തേഡ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഐക്കൺ കാണാം അല്ലേ. അതായത് ഷോ ഓർ ഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷോ പാരഗ്രാഫ് മാർക്സ് ആൻഡ് അതർ ഹിഡൻ ഫോർമാറ്റിംഗ് സിമ്പിൾസ്, അതായത് ഇറ്റ് വിൽ ഡിസ്പ്ലേ ഓൾ ദ ഹിഡൻ ഫോർമാറ്റിംഗ് സിമ്പിൾസ്. അതായത് ഇതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഹിഡൻ ഫോർമാറ്റിംഗ് സിമ്പിൾസും നമുക്ക് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഞാനിതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇതിപ്പോൾ കണ്ടോ, ഓരോ പാരഗ്രാഫ് എൻഡ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു സിമ്പിൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് എവിടെയാണോ ഒരു പേജ് ബ്രേക്ക് വേണ്ടത്, ഓക്കെ, ഇവിടെയാണ് ഒരു പേജ് ബ്രേക്ക് വേണ്ടതെങ്കിൽ ഇൻട്രൊഡക്ഷൻ്റെ ഫ്രണ്ടിലാണ് എനിക്ക് വേണ്ടതെങ്കിൽ ആ ഇൻട്രൊഡക്ഷനിൽ വെക്കുക. ദെൻ നമ്മളെ ലേ ഔട്ട് എടുക്കുക. ലേ ഔട്ടിൽ ബ്രേക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം അല്ലേ. ഇൻസേർട്ട് പേജ് ആൻഡ് സെക്ഷൻ ബ്രേക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, എൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന താഴത്തെ പേജിലേക്ക് പോയി. ഇനി നമ്മളിവിടെ എന്ത് ടൈപ്പ് ചെയ്താലും അത് നമ്മുടെ നെക്സ്റ്റ് പേജിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇവിടെ പേജ് ബ്രേക്ക് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ അവിടെ നിന്നാണ് പേജ് ബ്രേക്ക് കൊടുത്തത്, ഇൻട്രൊഡക്ഷൻ താഴെ വേണം എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടി. ഇനി അടുത്ത വാട്ട് ആർ പ്ലാന്റ്സിന് എനിക്ക് ബ്രേക്ക് വേണം, കാരണം നെക്സ്റ്റ് പേജിലേക്കാണ് ആ ഡാറ്റ വേണ്ടത്. ഇൻട്രൊഡക്ഷൻ മാത്രം അവിടെ മതി. വീണ്ടും ഞാൻ ബ്രേക്സ് എടുക്കുക, ദെൻ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ വാട്ട് ആർ പ്ലാന്റ്സ് എന്നുള്ളതും താഴേക്ക് പോയിട്ടുണ്ട് അല്ലേ. മനസ്സിലായില്ല. അത് കഴിഞ്ഞ് വാട്ട് ഈസ് ഗ്രോത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനും ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സയൻസ് പ്രോജക്റ്റ് ഒരു പേജിൽ വന്നിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് മറ്റൊരു പേജിലേക്കും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് ബ്ലാങ്ക് പേജ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ബ്ലാങ്ക് പേജ് വന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് പേജ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ
മാറ്റാമെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു പേജിനെ എനിക്കിതിൽ വേണ്ട. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പേജ് ബ്രേക്ക് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അത് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വാട്ട് ആർ പ്ലാൻസ് ഉള്ളതിനും ഇൻട്രൊഡക്ഷനും ഇടയിൽ ഒരു ബ്ലാങ്ക് പേജും ഇപ്പോൾ ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ സയൻസ് പ്രോജക്റ്റിനെ ഒന്ന് മിഡിലേക്കൊക്കെ കൊണ്ടുവരട്ടെ. അതിന് ഞാൻ ഈ സിമ്പിൾസ് ഒന്ന് ഹൈഡ് ചെയ്യാണ് തൽക്കാലം. കണ്ടോ, എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ സയൻസ് പ്രോജക്റ്റിനെ ഒന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഞാനിതിൻ്റെ ഫോൺ സൈസും ഒക്കെ ഒന്ന് കൂട്ടി സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഇത് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എൻഡിൽ എനിക്കൊരു പേജ് ബ്ലാങ്ക് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ വ്യൂ ടാബ് എടുക്കുക. വ്യൂ ടാബിൽ നമുക്കിവിടെ കാണാം നാവിഗേഷൻ പെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. അതൊന്ന് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം. അതായത് ഫസ്റ്റ് നമുക്ക് കാണുന്ന ഹെഡിങ്സ് ആണ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ദെൻ സെക്കൻഡിൽ പേജസ് കാണാം. അതായത് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൽ അല്ലേ ഉള്ള പേജസ് കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എൻഡിൽ ഒരു ബ്ലാങ്ക് പേജും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് വയ്ക്കുക. ദെൻ നമ്മൾ കീബോർഡിൽ ബാക്ക് സ്പേസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേജ് അങ്ങ് ഡിലീറ്റ് ആയി പോയിക്കോളും. ഉണ്ടല്ലോ? അപ്പോൾ അതവിടുന്ന് പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് ആക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്പർ പോർഷനിൽ വന്നിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ആക്റ്റീവ് ആവുന്നതായിരിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ കാണാം ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന്. ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വന്നിട്ടുള്ള ഈ ഒരു ഹെഡറും ഫൂട്ടറും അതങ്ങ് പോകുന്നതായിരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ ഔട്ട്സൈഡിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അവിടെ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഞാൻ ആക്റ്റീവ് ആക്കി കൊടുക്കുകയാണ്. ഇനി എന്തിനാണ് നമ്മൾ ഹെഡേഴ്സും ഫൂട്ടേഴ്സും ആക്ച്വലി യൂസ് ചെയ്യുന്നത്? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ, നമ്മുടെ പേജിന് എല്ലാത്തിനും ഒരു ടൈറ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡേഴ്സും ഫൂട്ടേഴ്സും യൂസ് ചെയ്യുന്നത്. മാത്രമല്ല പേജ് നമ്പേഴ്സ് കൊടുക്കാം, ഓതറിൻ്റെ പേര് കൊടുക്കാം അല്ലേ. അങ്ങനെ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യണോ അതൊക്കെ നമുക്ക് ഹെഡേഴ്സിലും ഫൂട്ടേഴ്സിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സയൻസ് പ്രോജക്റ്റ് എന്നാണ് എനിക്കിവിടെ വരേണ്ടതെന്ന് വിചാരിക്കുക. സയൻസ് പ്രോജക്റ്റ് എന്ന് ഈ ഹെഡറിൽ ഞാൻ കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ ഈ ഒരു സൈഡിൽ ഫൂട്ടറിൽ കൊണ്ടുവന്നിട്ട് പേജ് നമ്പർ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഞാൻ പേജ് നമ്പർ കൊടുക്കാൻ പോകുന്നത്. അതിന് ഇവിടെ തന്നെ ഉണ്ട് ഓപ്ഷൻ പേജ് നമ്പർ എന്നുള്ളത്. ബോട്ടം ഓഫ് പേജാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പ്ലെയിൻ നമ്പർ ഇവിടെയാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 1 എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ പേജ് നമ്പർ എല്ലാ പേജിലേക്കും 2. അതുപോലെ തന്നെ നമ്മുടെ ഹെഡറും കാണാം നിങ്ങൾക്ക്. ഇതവിടെ സയൻസ് പ്രോജക്റ്റ് എന്നുണ്ട്, 3 പേജ് നമ്പർ ഉണ്ട്. ഓക്കെ, എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെഡറിലും ഫൂട്ടറിലും ഡാറ്റ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സയൻസ് പ്രോജക്റ്റ് എന്നാണ് എൻ്റെ ഫസ്റ്റ് പേജിലുള്ളത്. സെക്കൻഡ് പേജ് ഇൻട്രൊഡക്ഷൻ്റെ പേജാണ്. ദെൻ തേർഡ് പേജിൽ നിന്നാണ് എൻ്റെ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എനിക്ക് എൻ്റെ പേജ് നമ്പർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഈ ഒരു പേജിൽ നിന്ന് വേണം എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വാട്ട് ആർ പ്ലാൻസ് എന്ന് പറയുന്ന പേജിൽ നിന്ന് വേണം എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ, പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഫസ്റ്റ് പേജ് ഇതായിരിക്കണം. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് എന്താണ്? തേർഡ് എന്നാണ് ഇതിലുള്ളത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സെക്ഷൻ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. പേജ് ബ്രേക്കും സെക്ഷൻ ബ്രേക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാം. അതായത് പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാറ്റ ഉണ്ടല്ലോ, ഡാറ്റേനെ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പേജ് ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ ഡോക്യുമെൻറ്റിന് ഒരു ചേഞ്ചും വരില്ല. എന്നാൽ സെക്ഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡോക്യുമെൻറ്റിനെ 2 സെക്ഷനായിട്ട്, അതായത് 2 പാർട്ടായിട്ട് മാറ്റുകയാണ് സെക്ഷൻ ബ്രേക്കിൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷന് വേണ്ടിയിട്ട് ഒരു ഹെഡറും ഫൂട്ടറും അതിന് വേറെ കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് സെക്ഷന് വേണ്ടിയിട്ട് അതിന് സെപ്പറേറ്റ് ഹെഡറും ഫൂട്ടറും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു പേജ് വരെ, അതായത് സെക്കൻഡ് പേജ് വരെ സയൻസ് പ്രോജക്റ്റ് എന്നും പിന്നെ തേർഡ് പേജ് തൊട്ടിട്ട് എനിക്ക് പ്ലാൻസ് എന്നുമാണ് എൻ്റെ ഹെഡറിൽ വരേണ്ടതെന്ന് വിചാരിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് സെയിം ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ പേജ് നമ്പറിൻ്റെ കേസ് എത്തിയാൽ എനിക്ക് ഇവിടെ ഈ ഒരു സെക്ഷൻ തൊട്ടിട്ട് എനിക്ക് വേണ്ട പേജ് നമ്പർ എത്രയാണ്? 1 എന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏത് പേജിൽ നിന്നാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പേജിൽ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട്, അപ്പോൾ എൻ്റെ കേഴ്സർ ഇപ്പോൾ ഇവിടെ ഈ ലെറ്ററിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ അവിടെ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട് ലേഔട്ട് ടാബിൽ പോവുക.
ദെൻ ബ്രേക്സ് എന്നുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ലേ ഔട്ടിൽ പോയാലും നിങ്ങൾക്ക് ബ്രേക്സ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇവിടെ കാണാം നിങ്ങൾക്ക് സെക്ഷൻ ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അതിൽ നെക്സ്റ്റ് പേജ് എന്നുള്ള, അതായത് ഇൻസേർട്ട് എ സെക്ഷൻ ബ്രേക്ക് ആൻഡ് സ്റ്റാർട്ട് ദ ന്യൂ സെക്ഷൻ ഓൺ ദ നെക്സ്റ്റ് പേജ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഇവിടെ എൻ്റെ സെക്ഷൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ സെക്ഷൻ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു പേജ് നമ്പർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമ്മുടെ ലിങ്ക് ടു പ്രീവിയസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം അല്ലേ നിങ്ങൾക്ക്? ഇത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ ലിങ്ക് ചെയ്തിട്ടാണുള്ളത്, ഇനി എനിക്ക് ലിങ്ക് ചെയ്യേണ്ട, അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ലിങ്ക് അങ്ങ് പോകും. ഇനി നമ്മളെ പേജ് നമ്പറിൽ പോയിട്ട് ഫോമാറ്റ് പേജ് നമ്പർ എടുക്കണം. ഓക്കെ, അതിനുശേഷം സ്റ്റാർട്ട് അറ്റ് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുക, 1 എന്ന് ഇവിടെ കൊടുക്കുക. അതായത് ഇതിപ്പോഴും സെലക്ട് ആയിട്ടാണുള്ളത്, അവിടെ 1 കൊടുക്കുക. ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ തേർഡ് പേജ് എന്ന് പറയുന്നത് 1 എന്നായി മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിലേക്ക് പോയി നോക്കാം. ഇപ്പോൾ സെക്കൻഡ് പേജ് ഇവിടെ വന്നിട്ടുണ്ട്, തേർഡ് പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അങ്ങോട്ടേക്ക് കംപ്ലീറ്റും ആ പേജ് നമ്പേഴ്സൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ 1ഉം 2ഉം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെക്കാം. അത് വേണ്ട എന്നാണെങ്കിൽ നമുക്കിവിടെ പേജിൻ്റെ നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഡിലീറ്റ് അടിക്കാം. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്താ ഉണ്ടായെന്ന് നോക്കാം. മേലെ പോയിട്ടുണ്ടെങ്കിൽ ആ പേജിലും ആ നമ്പർ അവിടെ നിന്ന് പോയിട്ടുണ്ട്. താഴെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് വാട്ട് ആർ പ്ലാൻസ് എന്നുള്ള പേജിൽ 1 തൊട്ടിട്ട് ഇവിടെ ഉണ്ട്. 1 ദെൻ 2 ദെൻ 3 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ട സ്ഥലത്തുനിന്ന് പേജ് നമ്പർ കൊടുക്കുക. ഇനി ഡിസൈൻ ടാബിൽ നിങ്ങൾക്ക് കാണാം ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇവിടെ കഴ്സർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, ഗിവ് ദ ഫസ്റ്റ് പേജ് എ ഡിഫറെൻറ്റ് ഹെഡർ ആൻഡ് ഫൂട്ടർ. ആ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അത് ഫസ്റ്റ് പേജിന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ കേസിൽ ഈ ഒരു സെക്ഷനായിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് നമുക്ക് സെക്ഷൻ ആക്കുകയും അതിന് ഇഷ്ടമുള്ള ഹെഡറും ഫൂട്ടറും കൊടുക്കാനും പേജ് നമ്പർ കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു മെത്തേഡ് കൂടിയുണ്ട്, പക്ഷേ അത് ഇതിലും കൺഫ്യൂസിങ് മെത്തേഡാണ്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളിതിൽ പേജ് ബ്രേക്ക് കണ്ടു, ഹെഡർ ആൻഡ് ഫൂട്ടർ കണ്ടു, അതുപോലെ തന്നെ പേജ് നമ്പേഴ്സ് കണ്ടു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.